മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് നാം ഇയ്യോബിൻ്റെ ചരിത്രം കാണുന്നത്. ഇയ്യോബിൻ്റെ ചരിത്രം, ഇയ്യോബിൻ്റെ സഹിഷ്ണുത. ഇന്ന് നമുക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് ശോഭനമായി ഭാവി തരും. സഹിഷ്ണുതയോടെ നാം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, സഹിഷ്ണുതയോടെ കാത്തിരിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കാം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. സ്തോത്രം. നിൻ്റെ കഷ്ടകാലം മാറിപ്പോകും, നിൻ്റെ ദുരിതം തീർന്നു പോകും, നിൻ്റെ ജീവിതത്തിൻ്റെ യാതനകൾക്ക് ഒരു അറുതി വരും. മോനെ, നിൻ്റെ കണ്ണുനീര് തോരും, മോളെ നിൻ്റെ ദുഃഖങ്ങളെല്ലാം തീരും. ദൈവത്തിന് സ്തോത്രം. ചേലോടെ തപ്പെടുത്തുകൊണ്ട് നീ സന്തോഷിച്ച് നൃത്തം ചെയ്യുന്ന നിരയിൽ പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 16-ാം വാക്യം വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നീ ഇനി കരയണ്ട, കരയാതെ നിൻ്റെ ശബ്ദം അടക്കിക്കൊള്ളുക, കണ്ണുനീർ വാർക്കാതെ നിൻ്റെ കണ്ണടക്കിക്കൊള്ളുക. നീ കുറെ കരഞ്ഞില്ലേ, നീ കുറെ കരഞ്ഞ് വിഷമിച്ചില്ലേ? വേണ്ട, ഇനി കരയണ്ട. കരയാതെ നിൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിൻ്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഇന്നത്തെ കേടുകൾ മാറിപ്പോകും, ഇന്നത്തെ ദുരിതങ്ങൾ തീർന്നു പോകും, ഇന്നത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് പിശാച് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, ശത്രു നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ശത്രു നിങ്ങളെ ബന്ധനത്തിലിട്ടിരിക്കുകയാണ്. പിശാചിൻ്റെ ബന്ധനത്തിൽ കിടന്ന് നിങ്ങൾ നട്ടം തിരിയുകയാണ്. പിശാചിൻ്റെ ബന്ധനത്തിൽ കിടന്ന് നട്ടം തിരിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശത്രുവിൻ്റെ ദേശത്ത് നിന്ന്, ശത്രുവിൻ്റെ ബന്ധനത്തിൽ നിന്ന്, ശത്രുവായി പൈശാചികൻ്റെ ഇരുട്ടറയിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ച് മടങ്ങി വരും. വായിക്കാം. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. എന്തൊരു ആശ്വാസകരമായ വാക്ക്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. സഹിഷ്ണുതയോടെ നാം കാത്തിരിക്കുക. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. വീണ്ടും. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ മക്കൾ ഇന്ന് ബന്ധനത്തിലാണ്, നിൻ്റെ മക്കൾ ഇന്ന് പ്രവാസത്തിലാണ്, നിൻ്റെ മക്കൾ ഇന്ന് അടിമത്തത്തിലാണ്, ശത്രുവിൻ്റെ മണ്ഡലത്തിൽ അടിമത്തത്തിൽ കിടക്കുന്നു. എന്നാൽ നിൻ്റെ മക്കൾ മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ ദേശത്തേക്ക് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അതിന് തൊട്ടു മുൻപ് നമുക്ക് വായിക്കാം.
30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കാം. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകൃത്യത്തിന്റെ ആധിക്യ നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പ നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകൾ കൊണ്ടാണ് നീ ബന്ധനത്തിലായി പോയത്. നിന്റെ ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകൾ കൊണ്ടാണ് നിനക്ക് ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചത്. നിന്റെ മേൽ പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയി. നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം കൊണ്ട്, നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും അങ്ങനെയല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് ഓർമ്മപ്പെടുത്തിയപ്പോൾ ജനത്തിന് അനുതാപം വന്നു, ജനത്തിന് മാനസാന്തരം വന്നു, ജനത്തിന് തെറ്റുപറ്റിപ്പോയല്ലോ എന്നുള്ള ബോധം വന്നു. അപ്പോൾ ദൈവം പറയുകയാണ് 17-ാം വാക്യം, അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മുറിവുകളെല്ലാം ഞാൻ പൊറുപ്പിച്ചു തരും. നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ഞാൻ ആരോഗ്യം വരുത്തി തരും. ദൈവം അരുളി ചെയ്യുന്നു. നീ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. ഇയ്യോവിനെ പോലെ സഹിഷ്ണുതയോടെ നീ കാത്തിരിക്കുക. നിന്റെ മുറിവുകൾക്ക് പൊറുതി വരും. നിനക്കൊരു നല്ല കാലം ഉണ്ടാകും. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. പ്രവാസം മാറ്റി നിവാസങ്ങളോട് കരുണ കാണിക്കും. പ്രവാസം, ശത്രുവിൻ്റെ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകര് പൈശാചികൻ്റെ ബന്ധനത്തിലാണ്. ഇന്ന് അനേകരെ സാത്താനിട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണ്, സാത്താനിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പീഡകൾ സാത്താൻ വരുത്തുകയാണ്, അനേകം ദുരിതങ്ങൾ വരുത്തുകയാണ്, അനേകം കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുത്തുകയാണ്. പല പീഡകളും കഷ്ടങ്ങളുമായി ഇന്ന് മനുഷ്യൻ വലയുകയാണ്. സാത്താൻ അനേകരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവൻ്റെ ബാധ വന്ന് അനേകരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. രോഗത്തിൻ്റെ ബാധയായിരിക്കാം, അതല്ലെങ്കിൽ പാപത്തിൻ്റെ ബാധയായിരിക്കാം, അതല്ലെങ്കിൽ ആപത്തുകളുടെ ബാധയായിരിക്കാം. അനേകം ബാധകൾ, രോഗത്തിൻ്റെ ബാധയിൽ വലയുന്നവരുണ്ട്. രക്ഷ കിട്ടുകയില്ല എന്ന് തോന്നാവുന്ന മാരകമായ രോഗത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. ഹോസ്പിറ്റലിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. ഇന്ന് മരണത്തിൻ്റെ കിടക്കയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ആശയ്ക്ക് വകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിശാച് അനേകരെ നിരാശയിലേക്ക് താഴ്ത്തിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി ആശയ്ക്ക് വകയില്ല എന്നുള്ള ചിന്ത പിശാച് അനേകർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇനി പരീക്ഷ ജയിക്കുകയില്ല എന്നുള്ള ചിന്ത, ഇനി എനിക്ക് നല്ല കാലം ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്ത, എനിക്ക് കുഞ്ഞ് പിറക്കുകയില്ല എന്നുള്ള ചിന്ത, എനിക്കിനി മക്കൾ ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്ത. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ കഷ്ടപ്പാട് തീരുകയില്ല എന്നുള്ള ചിന്ത, എൻ്റെ കടവിനി മാറുകയില്ല എന്നുള്ള ചിന്ത, അനേകം നിരാശാകരമായ ചിന്തകൾ പിശാച് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കുത്തി കടത്തി മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ ബാധകൾ, സാത്താൻ്റെ ബന്ധനങ്ങൾ. നിനക്ക് മടങ്ങി വരാം, നിന്നെ ഞാൻ മടക്കി വരുത്തുന്നതാണ് കർത്താവ് പറയുന്നത്. നിനക്കൊരു നല്ല കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. ഇയ്യോബ് വലഞ്ഞുപോയി, ഇയ്യോബ് വിഷമിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ഡിസ്ട്രസ്. അപ്പോഴാണ് ഇയ്യോബ് സ്വയം ഡിഫെൻഡ് ചെയ്യുന്നു. കാരണം ഈ സ്നേഹിതന്മാർ വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇയ്യോബിന് കുറ്റമാണ് പറയുന്നത്. ശൂഹിനായ ബിൽദാദും നയമാത്തിനായ സോഫറും തേമാനായ എലീഫസും അവർ 3 പേരും ഇയ്യോബിൻ്റെ കുറ്റം പറയുകയാണ്. നിനക്ക് പാവം വന്നതുകൊണ്ടാണ് നിനക്ക് വന്നത്. ഇയ്യോബ് ചോദിച്ചു, ഞാൻ എന്ത് പാവം എനിക്ക് വന്നത്? എനിക്ക് പാവമൊന്നും വന്നില്ല. നിങ്ങൾ പറയൂ, എന്ത് പാവമാണ് എനിക്ക് വന്നത്? ഞാൻ ഒരിക്കലും ദൈവത്തെ നിഷേധിച്ചിട്ടില്ല. നല്ല, നിനക്കിങ്ങനെ വരണമെങ്കിൽ തക്കതായ കാരണമുണ്ട്. പാവം വന്നു കാണും. പാവം വരാതെ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, പാവം കൊണ്ട് മാത്രമല്ല ദുരിതങ്ങൾ വരുന്നത്. അനേകം ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, പാവം കൊണ്ട് ദൈവം ശിക്ഷിക്കുകയാണെന്ന്. ദൈവം പാവത്തിൻ്റെ പകരമായി ശിക്ഷിക്കുന്നവനല്ല. ദൈവത്തിൻ്റെ ശിക്ഷ ഏതെങ്കിലും മാരകമായ രോഗം വരുത്തുന്നതോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് ദണ്ഡനമുണ്ടാകുകയോ വേദന ഉണ്ടാകുകയോ ചെയ്യുന്നതല്ല. ദൈവത്തിൻ്റെ ശിക്ഷ എന്താണെന്നറിയാമോ? ദൈവം ശിക്ഷിക്കും. ശിക്ഷ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ മാറിപ്പോകുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ മാറിപ്പോകുന്നു. ഹൃദയത്തിൽ ദൈവം ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ദൈവം ഹൃദയത്തിൽ മാറിപ്പോയാൽ അതാണ് ഏറ്റവും കടുത്ത ശിക്ഷ, കൊടിയ ശിക്ഷ. ദൈവത്തിന് എത്രയും കാലം അവൻ്റെ മനുഷ്യൻ്റെ മനസ്സിലിരിക്കാൻ ആഗ്രഹമുണ്ട്, ഹൃദയത്തിലിരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ പാവം വന്ന് കയറിയപ്പോൾ ദൈവത്തിനവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പാവത്തിന് ഇടം കിട്ടിയപ്പോൾ പാവം അവിടെ ഇരിക്കുന്നു, ദൈവത്തിനോട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം ഇറങ്ങി മാറുകയാണ്. അതാണ് മനുഷ്യനുള്ള ശിക്ഷ. പാപത്തിന് ദൈവം ശിക്ഷിക്കുകയില്ല. പാപത്തിന് നരകത്തിലേക്ക് ദൈവം തള്ളിവിടുന്നില്ല, ആരെയും തള്ളിവിടുന്നില്ല. തെറ്റിദ്ധരിക്കേണ്ട, ആരെയും ദൈവം നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. ഓരോരുത്തൻ
അവനവൻ്റെ പാപം മൂലം നരകത്തിലേക്ക് സ്വയം പോവുകയാണ്. അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കാൻ സാധിക്കുകയില്ല, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ വസിക്കാൻ സാധിക്കുകയില്ല. അവൻ ഇരുളിലേക്ക് പോവുകയാണ്. ഇരുളിലേക്ക് പോകാനേ അവന് പറ്റുകയുള്ളൂ. അന്ധകാര സന്തതികൾ ഇരുളിലേക്ക് പോവുക തന്നെ ചെയ്യും. മനുഷ്യൻ അവനെ പിടിച്ചു നിർത്തിയാൽ പോലും വെളിച്ചത്തിൽ നിൽക്കാൻ ഒക്കുകയില്ല. കാരണം അവൻ്റെ ഉള്ളിൽ പാവമുണ്ട്. പാവമുള്ളവനെ ഇരുളിലേക്ക് പോയിപ്പോകും. നരകത്തിലേക്ക് ദൈവം ആരെയും ശപിച്ച് വിടുന്നില്ല, ശപിച്ച് തള്ളുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സംഭവിക്കുന്ന എന്താണ്? മനുഷ്യൻ്റെ പാവം മൂലം അവൻ അന്ധകാരത്തിൻ്റെ സ്വാധീനം വരുമ്പോൾ അവൻ അന്ധകാരത്തിലേക്ക് സ്വയം പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നത് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കൊടിയ ശിക്ഷ. ദൈവത്തിന് സ്തോത്രം. ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അത് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. പിടിച്ച് ആടിക്കൊണ്ടിരിക്കും. സ്വസ്ഥതയില്ല, ഒരു സെക്കൻഡ് സ്വസ്ഥതയില്ല. മീൻ, നല്ല ജീവനുള്ള മീൻ, നല്ല ചടുലമായി വെള്ളത്തിൽ കൂടി നീന്തിക്കൊണ്ടിരുന്ന മീൻ അതിനെടുത്ത് കരക്കിടുമ്പോഴേക്കും കിടന്ന് പിടയ്ക്കുന്നത് കാണാം. എന്നതുപോലുള്ളൊരു പിടച്ചിലാണ് ഒരു വിശ്വാസിക്ക് ദൈവം നഷ്ടപ്പെടുന്നത്. അതാണ് ശിക്ഷ. ഒരു വിശ്വാസിക്ക് ദൈവം അകത്തുണ്ടായിരുന്ന ദൈവവേദലിന് യേശു തമ്പുരാൻ പുറത്തു പോയാൽ അതുപോലുള്ള യാതനയാണ്. ഹൃദയം പിടയുകയാണ്, ശ്വാസം മുട്ടുകയാണ്, സ്വസ്ഥത നശിക്കുകയാണ്. ആന്തരികമായി ആത്മാവിൻ്റെ ആ നീറ്റലും വേദനയും കടുത്ത വിഷമവും അവനെ അലട്ടുകയാണ്, അവനെ വലയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പാവം വരുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു ശ്വാസം മുട്ടൽ തോന്നിയിട്ടുണ്ടോ? അയ്യോ, കർത്താവിൻ്റെ ആ സാന്നിധ്യം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? അയ്യോ, എൻ്റെ കർത്താവെ, ബന്ധം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നിങ്ങൾ കരയാൻ ഇടവന്നിട്ടുണ്ടോ? എൻ്റെ കർത്താവെ, എനിക്ക് എവിടെയാണ് നഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലല്ലോ, എൻ്റെ കർത്താവെ, എനിക്ക് ബന്ധം തിരിച്ചു തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ബന്ധം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലുള്ള ആത്മാവിൻ്റെ ബന്ധം, ഈ ബന്ധം നിലനിർത്തണം. ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകരുത്. ആ കൊടിയ ശിക്ഷ നമുക്ക് വരരുത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദൈവാത്മാവിൻ്റെ ബന്ധത്തിൽ നിന്നുകൊള്ളണം. ദൈവാത്മാവിനോടുള്ളതായ ആ ചേർച്ചയിൽ നിന്നുകൊള്ളണം. ദൈവത്തോടുള്ള നിരപ്പിൽ നിന്നുകൊള്ളണം. ദൈവത്തോട് നിരപ്പായിക്കൊള്ളണം. ഒരിക്കലും ദൈവത്തോട് അകൽച്ച വരരുത്. ജീവനുള്ള ക്രിസ്തുവിനോട് അകൽച്ച വരരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ അവർ തമ്മിൽ ഒന്ന് അകലാൻ വന്നാൽ എന്തു വലിയ വേദനയായിരിക്കും. ഒരു ആന്തരികമായൊരു ഭിന്നത വന്നാൽ എന്തു വലിയ വിഷമമായിരിക്കും. അത് അത്രത്തോളം അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അത്രത്തോളം അകലുമ്പോഴേക്കും വേദന വരും. സ്നേഹം കൂടുന്തോറും അകലുമ്പോൾ വേദന കൂടും. അല്ലേ? അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് ലളിതമായ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ ഉദാഹരണം മതിയായ ഉദാഹരണമല്ല. എന്നാൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയാൽ ഏറ്റവും കൂടിയ ദുരിതമാണ്. യേശുക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ യാതനയാണ്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞല്ലോ, മീൻ കിടന്ന് പിടയ്ക്കുന്നത് പോലെ പിടയ്ക്കും. അതിനെ വെള്ളത്തിലേക്ക് തിരികെ ഇടുന്നവരെയും അത് പിടച്ചുകൊണ്ടിരിക്കും. അതിന് സ്വസ്ഥത ഉണ്ടാവുകയില്ല, അതിന് ശ്വാസം കിട്ടുകയില്ല, അതിന് ഓക്സിജൻ കിട്ടുകയില്ല, അതിന് ശ്വസിക്കാൻ പറ്റുകയില്ല. അത് പുറത്ത് കിടന്ന് ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ യേശു വസിക്കുന്നുണ്ടോ? യേശു വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പിടച്ചിൽ എനിക്കുണ്ടോ? യേശു എൻ്റെ ഉള്ളത്തിൽ ഇല്ല എന്നതിൻ്റെ വേദന എനിക്കുണ്ടോ? ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ഈ പാവമുള്ള ജീവിതം ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവരാജ്യത്തിൽ എത്താൻ സാധിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ ഇന്ന് ഇരുളിൻ്റെ അവകാശിയായി നിൽക്കുന്നു, അതുകൊണ്ട് ഇരുളിലേക്ക് എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇരുളിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. ഇരുളിൽ നിങ്ങൾ ഇടം കൊടുക്കരുത്. പാവത്തിനിടം കൊടുക്കരുത്. വെറുക്കൂത്തുകൾക്ക് ഇടം കൊടുക്കരുത്. മദ്യപാനത്തിനിടം കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, മദ്യം വിഷമാണ്. മദ്യപാനത്തിനിടം കൊടുക്കരുത്. നിങ്ങൾ പൊടിവലിക്ക് ഇടം കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹാൻസിനും പാൻപരാഗിനും ഇടം കൊടുക്കരുത്. നിങ്ങൾ ആരെയും ദ്വേഷിക്കരുത്. ആർക്കൊരു ഉപദ്രവം ചെയ്യരുത്. നിങ്ങൾ മൂലം ആർക്കൊരു വേദന വരാൻ ഇടവരരുത്. ആരുടെ ഹൃദയത്തിൽ നൊമ്പരം തട്ടരുത്. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആർക്കും ഉള്ളത്തിൽ വേദന ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. മരുമക്കളെ വേദനിപ്പിക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. മരുമക്കളെ നിശ്ചിതമായി അവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അമ്മായിയമ്മമാരുണ്ട്. അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മായിയമ്മമാരുടെ പീഡയിൽ വലഞ്ഞു പോകുന്ന മരുമക്കളുണ്ട്. മറിച്ചുമുണ്ട് മരുമക്കളുടെ പീഡയിൽ വലയുന്ന അമ്മായിയമ്മമാരുണ്ട്. മരുമകൾ കയറി വന്നതിന് ശേഷം പിന്നീട് അമ്മായിയമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭിന്നത പാടില്ല. നിങ്ങളുടെ വീടുകളിൽ ഐക്യം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു മനസ്സുണ്ടാകട്ടെ.
നിങ്ങൾ അപ്പനും മക്കളും തമ്മിൽ സ്നേഹമാകട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമാകട്ടെ, ഒരു മനസ്സായി തീരട്ടെ, ഒരു ഹൃദയമായി തീരട്ടെ. അപ്പോഴാണ് ദൈവം അവിടെ വസിക്കുന്നത്. ദൈവം വസിക്കുന്ന ഭവനം, ദൈവം വസിക്കുന്ന ഹൃദയം, ദൈവത്തിന് സ്തോത്രം. സ്നേഹം നിറയുന്ന ഹൃദയം, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ. സഹിഷ്ണുതയുള്ളവർക്ക് മാത്രമേ സ്നേഹത്താൽ നിറയാൻ പറ്റുകയുള്ളൂ. സഹിഷ്ണുത, നാം സഹിക്കാൻ മനസ്സുള്ളവരായിത്തീരുക. ഈ ലോകത്തിൽ സഹിക്കേണ്ടത് അനേകം കാര്യങ്ങളുണ്ട്, അനേകം കാര്യങ്ങൾ സഹിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, സഹിച്ചേ പറ്റുകയുള്ളൂ. മോളെ, നീയെ വിഷമിക്കരുത്. ഞാൻ സഹിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കരുത്. ഞാൻ എന്ത് സ്വതന്ത്രമായി ജീവിച്ചവളാണ്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണിലുണ്ണിയായി ഞാൻ കഴിഞ്ഞവളല്ലേ. ഞാൻ ഈ വീട്ടിലൊന്ന് കയറിയതിന് ശേഷം എനിക്ക് ഈ ദുരിതം വന്നല്ലോ. മോളെ, നീ അങ്ങനെ പറയരുത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ ഇതൊരു അവിഭാജ്യ ഘടകമാണ്, അവിഭാജ്യ ഘടകമാണ്, മാറ്റിയെടുക്കാൻ വയ്യാത്തൊരു ഘടകമാണ്. ദുരിതങ്ങളും യാതനകളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഈ ലോകത്തുണ്ട്. അതിന് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നേടാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ വിശ്വാസികളായിത്തീരുന്നത്. പോരാ, നിങ്ങൾ വിശ്വാസ വീരന്മാരായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസ വീരന്മാരായിത്തീരണം. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ഭാവമുള്ളവരായിത്തീരണം. യേശുക്രിസ്തു ക്രൂശിന്മേൽ എല്ലാം സഹിച്ചു, എല്ലാ നിന്ദയും സഹിച്ചു, എല്ലാ വേദനയും സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. മുഖത്ത് തുപ്പലേറ്റു, കന്നത്ത് അടിയേറ്റു, കവിളുന്ന് രോമങ്ങൾ പിഴുതു വലിച്ചെടുത്തു. രോമകൂപങ്ങൾ രക്തം വന്ന് തുളിച്ചു നിന്നു. കർത്താവിൻ്റെ ശേഷത്തിൽ മുൾമുടി വെച്ചു, കോലുകൊണ്ട് അടിച്ചടിച്ച് താഴ്ത്തി. ആ മുൾമുടിയുടെ അറ്റം, മുള്ളിൻ്റെ അറ്റം വന്ന് കണ്ണിൽ തുളഞ്ഞു വന്ന്, തലയിലടിച്ച മുള്ളിൻ്റെ അറ്റം കണ്ണിലേക്ക് തുളഞ്ഞു വന്ന് അതിൽ നിന്ന് രക്തത്തുള്ളി കണ്ണിലേക്ക് വീഴുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുഖത്തേക്ക് അവർ തുപ്പി. ഇതിൽ അപമാനം എന്തുണ്ട്? കർത്താവിനെ ഏതാണ്ട് നഗ്നനാക്കി അവർ കുരിശിന്മേൽ ഉയർത്തി, കുരിശിന്മേൽ കിടത്തി. ഇരുകൈയും വലിച്ചു നീട്ടി കുരിശിലേക്ക് ആണിയടിച്ചു. രണ്ട് കാലുകളും ഒന്നിനുമേലൊന്നായി വെച്ച് കുരിശിന്മേൽ ആണിയടിച്ചു. ആ ചുറ്റി കൊണ്ട് അടിച്ചടിച്ച് താഴ്ത്തുമ്പോൾ ചീറി ചീറി തെറിക്കുന്ന തിരുരക്തം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. ചരിത്രത്തിൻ്റെ നിറയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. BC-ക്കും AD-ക്കും മധ്യേ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ഭൂമിയുടെ ഒത്ത മധ്യത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂമിക്കും ആകാശത്തിൻ്റെ മധ്യത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. രണ്ട് കൊലയാളികളുടെ മധ്യത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ലോക ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ നിങ്ങൾ പരിചയപ്പെട്ടുവോ? ഈ യേശുവിനെ നിങ്ങൾ കിട്ടിയോ? ഈ യേശുവിനെ സഹിഷ്ണുത നിങ്ങൾ പ്രാപിച്ചുവോ? യേശുവിനെ സഹിക്കാനുള്ള മനസ്സ് നിങ്ങൾ പ്രാപിച്ചുവോ? യേശുവേ, ഞാനിതാ നിൻ്റെ ഭാവം ഉൾക്കൊള്ളാനിതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നാഥ, നിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിതാ വരുന്നു. യോബ് സഹിഷ്ണുതയിൽ, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹിഷ്ണുതയിൽ അവൻ വിജയിയായി തീരുവാൻ ദൈവം അവനെ ഒരുക്കുകയായിരുന്നു. സഹിഷ്ണുതയിൽ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനെ കൂടുതൽ കൂടുതൽ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. ഇയ്യോബിനെ സഹിഷ്ണുതയിൽ വളർത്തിയെടുക്കുകയായിരുന്നു. ഇയ്യോബിനെ ദീർഘക്ഷമ അഭ്യസിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മകളെ, നിന്നെ ചില ദീർഘക്ഷമകൾ അഭ്യസിപ്പിക്കാൻ ദൈവം ഒരുക്കുകയാണ്. മോനെ, നിനക്ക് ചില പാഠങ്ങൾ തരികയാണ് കർത്താവ് ചെയ്യുന്നത്. പാഠങ്ങൾ തരുന്നു. നിത്യജീവൻ്റെ അവകാശിയായിത്തീരാൻ, സ്വർഗ്ഗരാജ്യത്തിൽ എത്തുവാനുള്ള ചില പാഠങ്ങൾ നിനക്ക് തരുന്നു. കറയും കളങ്കവും ഇല്ലാത്തവനായി, എല്ലാം തീർന്ന് കറ തീർന്ന പൊന്നായി, കറ തീർന്ന തങ്കമായി നീ അവിടെ എത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഇന്നത്തെ സ്ഥിതിയിലോട്ട് ചെന്നാൽ അവിടെ എത്താൻ പറ്റുകയില്ല. നിനക്ക് വലിയൊരു ശുദ്ധീകരണം വേണ്ടിയിരിക്കുന്നു, വലിയൊരു കഴുകൽ വേണ്ടിയിരിക്കുന്നു. പുറമേയുള്ള പാപങ്ങളല്ല, അതൊന്നും ഇല്ലാത്തവരുണ്ട്. പുറമേയുള്ള പാപങ്ങളില്ല. പക്ഷേ അകം ഇന്ന് ഒരുപക്ഷേ സ്വയമുള്ളതായിരിക്കും, അഹങ്കാരമുള്ളതായിരിക്കും. അകത്ത് ഇന്ന് സ്വയ ന്യായീകരണങ്ങളുണ്ടായിരിക്കും, സ്വയം നീതീകരണം ഉണ്ടായിരിക്കും. ഇല്ലേ, പലർക്കും നീതീകരണങ്ങളുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തില്ലേ എന്ന് നീതീകരണമുള്ളവരുണ്ട്. എല്ലാം കറ വീരേണ്ട തുണി പോലെ, എല്ലാം നീതി പ്രവൃത്തികളൊക്കെയും കറ വീരേണ്ട തുണി പോലെ എന്നാണ് യെശയ്യാവ് പറയുന്നത്. നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ വീരേണ്ട തുണി പോലെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് നന്മയായിട്ടൊന്നുമില്ല. ഉള്ളത് യേശു തരുന്നത് മാത്രം, യേശു തരുന്നത് മാത്രം. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ നന്മയുണ്ട്, യേശു ഹൃദയത്തിലില്ലെങ്കിൽ നന്മയില്ല. യേശു വെളിച്ചമാണ്, വെളിച്ചം ഹൃദയത്തിലുണ്ടെങ്കിൽ ഇരുട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശു ആകും ദിവ്യപ്രകാശം, അഭൗമ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ പ്രകാശം ഉദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ യാതനകൾ ഒട്ടും നമ്മെ വിഷമിപ്പിക്കാതിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഒട്ടും നമ്മെ വലയ്ക്കാതിരിക്കും. നാം ഏതെല്ലാം കൊടുങ്കാറ്റടിച്ചാലും നാം പതറുകയില്ല, നാം ഒലയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ഈ ശരീരത്തിലെ വ്രണങ്ങളുടെ ഇടയിലുള്ളതായ ആ ഭാഗങ്ങൾ ചുരണ്ടിക്കൊണ്ട്, ചൊറിച്ചിൽ മാറ്റിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇയ്യോബ് ഒന്നൊന്നായി അവരോട് വാദിക്കുകയാണ്. എലീഫസിനോടും ബിൽദാദിനോടും സോഫറിനോടും വാദിക്കുകയാണ്, സ്നേഹിതന്മാരോട് വാദിക്കുകയാണ്. ഇയ്യോബ് പറയുകയാണ്, നിങ്ങൾ എന്താണ് എന്നെ കുറ്റം വിധിക്കുന്നത്? എനിക്കിപ്പോഴും അറിയാം, എൻ്റെ സാക്ഷി സ്വർഗ്ഗത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ
എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. എനിക്ക് ഒരു ദൈവമുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, അവൻ അറിയാതൊന്നും സംഭവിക്കുകയില്ല. യോബ് ധൈര്യത്തോടെ പറയുകയാണ്. യോബ് സ്നേഹിതന്മാരെ മിണ്ടടക്കിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് ഒരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്, എൻ്റെ സാക്ഷി ഉയരത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോബ് ഒരവസരത്തിൽ പറഞ്ഞു, തീപ്പൊരു ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്. തീപ്പൊരു ഉയരപ്പറക്കും പോലെ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. കഷ്ടത ധാരാളമുണ്ട്. യോബ് പക്ഷേ പതറുന്നില്ല. 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് പറയുകയാണ്, ഞാൻ ഒടുവിൽ പൊടുമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഒടുവിൽ പൊടുമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദേഹസഹിതനായി ഞാൻ തന്നെ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ദിവസം ഞാൻ പൊടിയിൽ നിൽക്കും, ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. അന്ന് ദേഹസഹിതനായി ശരീരത്തോടെ തന്നെ ഞാൻ നിൽക്കും. ചില മലയാള പുസ്തകത്തിൽ ദേഹരഹിതനായി ഇത് കാണാം, എന്നാൽ ശരിയായ തർജ്ജമ ദേഹസഹിതനായി എന്നാണ്, ദേഹത്തോടുകൂടെ. പറയുകയാണ്, ശരീരത്തോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും, ഞാൻ ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് വരും. വലിയ പ്രത്യാശ. യോബ് സഹിഷ്ണുതയോടെ അതിനെ നേരിട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ തിടുക്കത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് തിടുക്കത്തിൽ പറയാൻ കാരണം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തെ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാനാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു ശോഭനമായ ഭാവി, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഭാവി നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ഒരു നാൾ നാം വിശുദ്ധന്മാരുടെ നിരയിൽ ഉയർത്തെഴുന്നേൽക്കും. ഒരു നാൾ നാം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായിത്തീരും. ഒരു നാൾ നാം ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 19 അധ്യായം 20 വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും. എൻ്റെ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം എന്നെ വീണ്ടെടുക്കാൻ ഒരാളുണ്ട്. സഹിഷ്ണുത. എൻ്റെ ഈ ദുരിതങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കാൻ ഒരാളുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, എൻ്റെ ശരീരത്തിലെ ഈ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോയതിനു ശേഷം, പഴുത്തു പോയതിനു ശേഷം, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ദേഹത്തോടുകൂടി ഞാൻ ദൈവത്തെ കാണും. ഇതാണ് പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു പ്രത്യാശ ദൈവം നമുക്ക് പ്രത്യാശ തരികയാണ്. ഇതെല്ലാം ക്ഷയിച്ചാലും ഞാൻ ദേഹത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരും. അന്ന് ദേഹത്തിൽ പരുക്കളുണ്ടായിരിക്കുകയില്ല, അന്ന് ദേഹത്തിൽ ചൊറിച്ചിലുണ്ടായിരിക്കുകയില്ല, ദേഹത്തിൽ രോഗമുണ്ടായിരിക്കുകയില്ല, അന്ന് ഈ ശരീരത്തിൽ യാതൊരു കേടുണ്ടായിരിക്കുകയില്ല. ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. രോഗമില്ലാത്ത ശരീരത്തോടെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ ഈ കണ്ണുകൾ, എൻ്റെ ഈ കാതുകൾ, എൻ്റെ ഈ നാവ്, എൻ്റെ ഈ ശരീരം, കൈകളും കാലുകളും എല്ലാം അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ മരണശേഷം പൊടിഞ്ഞു തീർന്നാലും, മരണശേഷം കത്തി അമർന്ന് ചാമ്പലായി തീർന്നാലും ആ ശരീരം പഴയതുപോലെ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ശരീരം ചാമ്പലായി തീർന്നു വരാം, ആരെങ്കിലും കത്തിച്ച് കളഞ്ഞു എന്ന് വരാം, എന്നാൽ ദേഹസഹിതനായി എഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. യേശുക്രിസ്തു വീണ്ടെടുക്കുന്നവൻ, അവൻ ജീവിച്ചിരിക്കുന്നു. യേശുക്രിസ്തു വീണ്ടും വരും. വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. അവൻ വരുമ്പോൾ ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരും. ഞാൻ ദേഹസഹിതനായി ഞാൻ മുഖാമുഖം കാണും. ഞാൻ തന്നെ അവനെ കാണും. എൻ്റെ ത്വക്ക് ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു നാൾ മനോഹരമായ ദിവസം വരും. ഇന്ന് യാതനകളുണ്ട്, ഇന്ന് വേദനകളുണ്ട്, ഇന്ന് വിയോഗമുണ്ട്, ഇന്ന് പ്രിയപ്പെട്ടവർ കടന്നുപോകും, ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട രോഗികളായിത്തീരും, ഇന്ന് പ്രയാസങ്ങളുണ്ട്, ഇന്ന് പ്രശ്നങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് കണ്ണീരുണ്ട്, ഇന്ന് കരച്ചിലുണ്ട്, തോരാ കണ്ണീര്. ദൈവത്തിന് സ്തോത്രം. തീരാ വേദന, മാറാ വ്യാധി, അല്ലേ? ഇന്നിതെല്ലാം ഉണ്ട്. എന്നാൽ കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതെല്ലാം മാറുന്ന ഒരു സുദിനം വരാൻ പോകുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. നമ്മിൽ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സാരമില്ല. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. മോളെ, നിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള യാതനകളെല്ലാം തീരും. കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം തീരും. മോനെ, നിൻ്റെ ജീവിതത്തിലെ ആകുലങ്ങളെല്ലാം തീരും. നിൻ്റെ ആവലാധികളെല്ലാം തീരും. വലിയൊരു ശോഭനമായ ഭാവി ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. അന്ന് പുനരുദ്ധാന ദിവസം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീയും ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ
നീയും രൂപാന്തരപ്പെട്ട് പറക്കും. ദൈവത്തിന് സ്തോത്രം. അതിനെന്ത് വേണം? ഇന്ന് പാപമോചനം പ്രാപിക്കണം. ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ പാപത്തിൻ്റെ മേൽ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് പാപത്തിൻ്റെ ജയം വേണം. കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഇപ്പോൾ? എൻ്റെ യേശുവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനേകം പാപങ്ങൾ വന്നുപോയി, പിശാചിന് ഇടം കൊടുത്തുപോയി. കർത്താവേ, സഹിഷ്ണുതയില്ലാതെ അസഹിഷ്ണുവായി ഞാൻ പലതും പ്രവർത്തിച്ചു പോയി. സഹിഷ്ണുതയില്ലാതെ ഞാൻ പലതും ചെയ്തു പോയി. കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അക്ഷമനായി പലതും പ്രവർത്തിച്ചു പോയി. കർത്താവേ, ഞാൻ അല്പം പോലും വിവേകമില്ലാതെ പലതും പ്രവർത്തിച്ചു പോയി. അവിവേകിയായിപ്പോയി, അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, അലസനായിപ്പോയി, പാവം വന്നുപോയി, അശുദ്ധി സംഭവിച്ചു പോയി. കർത്താവേ, തെറ്റുകളേറെ വന്നുപോയി. ഇന്നെനിക്ക് ന്യായം പറയാൻ വകയില്ല. കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി. നീ എൻ്റെ ഹൃദയത്തിൽ വസിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ ഇല്ല. കർത്താവേ, ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നു. ഇന്ന് ഹൃദയത്തിൽ ഇരുട്ടാണ്, പാവമാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് യേശുവേ, വന്നുപോയ പാവങ്ങളെല്ലാം നീ ഒന്ന് ക്ഷമിച്ചു തരുമോ? കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ കഴുകി തരുമോ? ഹല്ലേലൂയ. എന്നെ നീ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എന്നെ നീ വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ശുദ്ധീകരിക്കണമേ. യേശുവേ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കാമോ? യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കുമെന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കുമെന്നും ഒരു തുള്ളി തിരുരക്തം നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ പാപമോചനമുള്ളവരായി തീരുമെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാമോ? യേശു പറഞ്ഞാൽ, വാഗ്ദത്തം പറഞ്ഞാൽ ആ വാഗ്ദത്തം മാറ്റുകയില്ല, അവൻ്റെ വാക്ക് മാറുകയില്ല. ഇന്ന് യേശു പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. നീയും പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് സമർപ്പണം പറയുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഇന്നു മുതൽ പാവമില്ലാത്ത ജീവിതം ഞാൻ നയിക്കും. യേശുവേ, എന്നെ തന്നെ തിരുവൻപാകം സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും തിരുവൻപാകം ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ മഹത്വമേറിയ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവദായകമായ തിരുമൊഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ വചനം കേട്ട എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.